ഹായ് ഫ്രണ്ട്സ്, സ്നേഹന ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ചുരിദാറിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ ആദ്യം അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ എല്ലാവരും ഞങ്ങളുടെ ചാനലിൽ കയറി കാണണം. ഇപ്പോൾ ഇത് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ബാക്ക് ഭാഗം ഇങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ അടിയിൽ നമ്മൾ കഴുത്ത് അടിച്ച് മറയ്ക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളത് കഴുത്തിനോട് അതിൻ്റെ നല്ല ഭാഗവും ഇതിൻ്റെ ബാക്ക് ഭാഗവും വെച്ച് നമ്മൾ ഈ കഴുത്തിൻ്റെ ഇവിടുന്ന് റൗണ്ട് ആണ് അളയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ റൗണ്ടിൽ കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കണം. ചെറിയ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ഈ ഭാഗത്ത് നമ്മൾ ഫ്രണ്ടിലേക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പം നമ്മളിനി ഇത് മുന്നിലേക്ക് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2 സ്റ്റിച്ച് നമ്മൾ ഈ സൈഡിൽ കൂടെയും ഈ സെൻറ്ററിൽ കൂടെയും ഓരോ 2 സ്റ്റിച്ച് അടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഇവിടെ ഇപ്പോൾ കഴുത്തിൻ്റെ ഭാഗത്ത് 2 അടിപ്പടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഈ സൈഡ് ഭാഗം നമ്മൾ ഇവിടെ മടക്കി അടിച്ചു കൊടുക്കണം. അതിൻ്റെ അരുഭാഗം മടക്കി അടിച്ചു കൊടുക്കണം. ഇങ്ങനെ ഈ ഭാഗം പുറത്തെ ഭാഗവും അരു മടക്കി തയ്ച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഫ്രണ്ട് ഭാഗം അരി സൈഡ് അടിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ തയ്പ്പിങ് കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്ക് ഭാഗത്തിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ പീസുകൾ എടുത്തിട്ടുണ്ട്. ക്രോസായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ ചെറിയ പീസുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പീസുകൾ തമ്മിൽ നമ്മൾ ചെരിച്ച് വെച്ച് ഈ ഒരു ഭാഗം ഇങ്ങോട്ടും വെച്ച് നമ്മളിതിനെ യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ ഈ കട്ട് ചെയ്തിരിക്കുന്ന പീസ് യോജിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഈ ഭാഗത്തിനെ ഇങ്ങനെ മറച്ചിട്ടതിന് ശേഷം ഇത് ബാക്ക് ഭാഗത്തിൻ്റെ കഴുത്തിൻ്റെ തെറ്റത്ത് കൂടി റൗണ്ടിൽ നമ്മളത് അറ്റം വരെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഫ്രണ്ട് മുൻവശത്തെ ഈ പീസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ജോയിൻ ചെയ്ത സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗത്ത് ഒരു സൈഡിൽ മുഴുവൻ നമ്മൾ ചെറിയ കട്ട് ഇട്ട് കൊടുക്കണം. ചെറിയ ചെറിയ കട്ടുകൾ നമ്മൾ അറ്റം വരെ ഇട്ട് കൊടുക്കും. നമ്മൾ കട്ടിങ് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ തയ്യൽ തുമ്പിൻ്റെ സ്റ്റിച്ചിങ്ങിന് കൊള്ളാതെ വേണം നമ്മൾ ഈ ഒരു സൈഡിൽ കൂടെ ചെറിയ ചെറിയ കട്ട് ഇട്ട് കൊടുക്കേണ്ടത്. ചെറിയ കട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ബാക്കിലേക്ക് ഉൾഭാഗത്തേക്ക് ഇതിനെ മടക്കി കൊടുക്കണം. ഉൾവശത്തേക്ക് മടക്കി കൊടുത്ത് ഇതിൻ്റെ അരിഭാഗത്ത് കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കണം. നമ്മൾ ബാക്ക് ഭാഗത്തിൻ്റെ നല്ല ഭാഗം ഇട്ടിട്ടുണ്ട്. ഇനി ഫ്രണ്ട് ഭാഗം തയ്ച്ചതിൻ്റെ നല്ല ഭാഗവും തമ്മിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഷോൾഡറുകൾ തമ്മിൽ ഒപ്പം വെച്ചതിന് ശേഷം നമ്മൾ ഷോൾഡർ 1/2 ഇഞ്ചിൽ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം ഇവിടെ 1/2 ഇഞ്ചിൽ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തു. 2 ഭാഗത്തും 1/2 ഇഞ്ച് വീതം ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തു. നമ്മൾ ഫ്രണ്ടിൻ്റെ ഭാഗത്തിന് അങ്ങോട്ട് ഇട്ടതിന് ശേഷം ഈ ഭാഗത്ത് ബാക്ക് ഭാഗത്തിൻ്റെ കഴുത്തിൻ്റെ ഭാഗം നമ്മൾ മടക്കി അറ്റം തൊട്ട്
ഇത് റൗണ്ട് ഈ അറ്റം വരെ നമ്മളിത് ഉള്ളിലേക്ക് ഉൾഭാഗത്തേക്ക് മടക്കി വെച്ച് നമ്മൾ ഇവിടെ കൂടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കണം. അപ്പോൾ ഇനി ബാക്ക് ഭാഗത്തിൻ്റെ ഒരു സൈഡിൽ കൂടെ നമ്മളൊരു സ്റ്റിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ബാക്ക് ഭാഗത്തിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. അപ്പം ഇനി നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാണ്ടായിരുന്നു. നമ്മൾ അപ്പോൾ ഫ്രണ്ട് ഭാഗം എടുത്ത് നമ്മളതിൽ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സിബ് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടുഭാഗത്തൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ തുണിയിൽ നിന്ന് തന്നെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ആ സിബിൻ്റെ ആ നടുവിൽ പൊളിച്ച ഭാഗത്ത് തന്നെ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒരു ഭാഗത്ത് കൂടി ഒരു സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കണം. അടിച്ചിട്ട് ഉള്ളിലേക്ക് മറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനൊരു ബ്ലാക്ക് സിബാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ സിബ് നമ്മളിവിടെ ഉള്ളിലേക്ക് വെച്ചിട്ട് സിബ് നമ്മളങ്ങനെ ഒപ്പം വെച്ചിട്ട് നമ്മൾ സിബിൻ്റെ രണ്ട് ഭാഗം ഇതുപോലെ വെച്ച് നമ്മൾ ഈ ഭാഗത്ത് കൂടി ഇതും ഈ ഭാഗത്ത് കൂടി ഇവിടെ നിന്ന് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ അറ്റം വരെ നമ്മൾ യോജിപ്പിച്ച് എടുക്കണം. അപ്പം നമ്മുടെ സിബ് നമ്മൾ ഇതുമ്മ ഉടുപ്പുമ്മ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഇവിടേക്ക് ഒരു പീസ് പട്ട പോലെ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഇഞ്ചിൽ വീതിയിലൊരു പട്ട നമ്മൾ വെച്ച് ഇതുമ്മ ജോയിൻ ചെയ്ത് മറക്കാം. അപ്പം ഞാനിവിടെ വേണ്ട 2 ഇഞ്ചിൽ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്, തുണിയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ ആദ്യം തന്നെ നമ്മൾ ഈ ഭാഗം മടക്കി കൊടുത്തതിന് ശേഷം ഇങ്ങോട്ട് ഉള്ളിലേക്ക് ഒന്നുകൂടി മടക്കി കൊടുക്കുക. എന്നാൽ നമ്മൾ ഈ പീസിനെ നമ്മൾ ഇവിടെ വെച്ച് ഈ ഭാഗത്ത് കൂടി ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഇപ്പുറത്തോട്ട് മടക്കി ഇതിൽ കൂടെ ഒരു സ്റ്റിച്ചും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ സിബ് വെക്കൽ കഴിഞ്ഞു. ഇവിടെ സിബിൻ്റെ ഭാഗത്ത് ഒരു പീസ് പട്ട പോലെ വെച്ച് കൊടുത്ത് നമ്മൾ ഇതിൻ്റെ ഭാഗം കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് കൈയാണ് യോജിപ്പിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ കൈയുടെ ഷോൾഡറിൻ്റെ ഈ സെൻറ്റർ ഭാഗവും നമ്മുടെ കൈ വെട്ടിയെടുത്തേണ്ട കൈയുടെ സെൻറ്റർ ഭാഗവും തമ്മിൽ യോജിപ്പിച്ച് വെക്കണം. 2 സെൻറ്റർ ഭാഗവും തമ്മിൽ യോജിപ്പിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഇവിടുന്ന് തന്നെ ഇങ്ങനെ അറ്റം വരെ കൈ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഭാഗത്തെ കൈ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇപ്പുറത്തെ ഭാഗത്തും അതുപോലെ തന്നെ നമ്മൾ ആ കൈയുടെ പീസ് സെൻറ്റർ ഭാഗം തന്നെ വെച്ച് കൊടുത്ത് ഇപ്പുറത്തെ വശവും നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ സെൻറ്റർ ഭാഗം വെച്ച് കൊടുത്ത് ഇപ്പുറത്തെ ഭാഗം നമ്മൾ യോജിപ്പിച്ച് എടുക്കണം. നമ്മുടെ 2 കൈയും യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞു. ഇതിന് നമ്മൾ മറിച്ചിട്ടതിന് ശേഷം അടുത്തത് ഇത് 2 ഭാഗം തലഭാഗം 2 ഭാഗവും നമ്മൾ ഒരുമിച്ചിട്ടതിന് ശേഷം ഈ തെറ്റത്ത് കൂടിയും അതുപോലെ തന്നെ ഈ ഭാഗവും ഒരുമിച്ചിട്ടതിന് ശേഷം ഈ 2 സൈഡും നമ്മൾ അടിച്ച് യോജിപ്പിക്കണം. അതുപോലെ തന്നെ നമ്മുടെ താഴ്ഭാഗവും നമ്മുടെ അടി ആദ്യം തന്നെ ഒരു മടക്കി വീണ്ടും ഒന്നും കൂടി മടക്കിയതിന് ശേഷം ഒരു ഭാഗവും നമ്മുടെ അടിഭാഗവും അടിച്ച് യോജിപ്പിക്കണം. അപ്പോൾ ഞാനിത് ഇതിൻ്റെ 2 സൈഡും അടിച്ചു കഴിഞ്ഞു. ഈ ഭാഗം അടിച്ചു, ഇപ്പുറത്തെ സൈഡും നമ്മളിതുപോലെ അടിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മുടെ താഴ്ഭാഗത്ത് 1/2 ഇഞ്ച് വീതിയിൽ താഴ്ഭാഗവും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മുടെ സൈഡ് ഭാഗമൊക്കെ ജോയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ നമ്മുടെ കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.